ഹലോ ഗൈസ്, ഞാൻ പിന്നെയും വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട്. ഇതിൽ ഞാൻ മരം വെട്ടിയതും വീടുണ്ടാക്കിയതൊന്നും എന്തോ കാരണം കൊണ്ട് സ്ക്രീൻ റെക്കോർഡായില്ല കേട്ടോ നമ്മളെ ഫോണിൽ. അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ ബാക്കി പണി തുടങ്ങാം. നമ്മൾ ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അയ്യോ, രാത്രിയായല്ലോ, പോയി കടന്നുറങ്ങി. ഇത് ആദ്യം ഇടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യുക കേട്ടോ. നേരെ എന്തായാലും പോയി കടന്നുറങ്ങാം. എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്തോ കാരണം കൊണ്ട് എൻ്റെ ഓടിക്കോ എന്തോ കാരണം കൊണ്ട് എൻ്റെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡായില്ല. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ ഇതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നേരെ ഇനി വീട്ടിൽ പോയി കടന്നുറങ്ങാം. രാവിലെ എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതിട്ടാണെന്ന് പറഞ്ഞാൽ ലൈക്കും ഷെയർ സബ്ബൊക്കെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. എല്ലാവരോടും ഒന്ന് പറഞ്ഞ് സബ്ബ് ഇട്ടിരിക്കുക. ചേട്ടാ, എന്തോടെ ഉറങ്ങാൻ പറ്റാതെ? പുറത്ത് മോബ്സ് ഉണ്ടോ? അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാതെ. വീടിൻ്റെ പണി ബാക്കി നോക്കണമായിരുന്നു ഗൈസ്. നമ്മളിന്നും കേവിലേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെയാണ് വീടിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ റെക്കോർഡും ആയില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. നേരെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പക്ഷേ ഇതെന്തോടെ കിടക്കാൻ പറ്റത്തേ? ഈ സോംബീസൊക്കെ എന്തിനാ? അല്ലാതെ ഞാൻ ഇമ്പത്തിൽ കുലിഞ്ഞ് ഒന്നിനും കാണുന്നില്ലല്ലോ. പിന്നെന്താ കിടക്കാൻ പറ്റാതെ? ഷേടാ, പോയി നോക്കാം. അതാ വരുന്നു. അയ്യോ, ഗ്രീപ്പർ ഓടിക്കോ പൊട്ടിത്തെറിക്കും. എനിക്ക് പച്ചത്തുള്ളിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സ്വന്തം പൊട്ടിത്തെറിച്ച് ചാവുക. ചത്താലില്ല, മറ്റുള്ളവരെ കൊല്ലണം. അതൊക്കെ ഈ പച്ചത്തുള്ളിൻ്റെ പണി. അടുത്ത വീട്ടിൽ പോയി കിടക്കാം. ഇവിടെ പെട്ടില്ല. ഞാൻ അടുത്ത വീട്ടിൽ പോയി കിടക്കാം. ഇവിടുത്തെ വില്ലേജസ് എന്ത് ചെയ്യോ? ഓടിക്കോ. ഇപ്പോൾ വീട്ടിൽ കിടക്കാം. ഈ വീട്ടിലില്ലേ ചേട്ടാ? ഞാൻ പോയി അപ്പുറത്തെ വീട്ടിൽ കിടക്കാം. ഈ വീട്ടിലുണ്ടാകും മിക്കവാറും. മറ്റേ റയർ സാധനം, എൻ്റെ പേരെന്താ? എന്തൊരു സാധനം എനിക്കവിടെ. ഇവിടെ കിടന്നു. എന്താടാ അത് ഗൂസ്? നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. പുറത്ത് മോബ്സുള്ള അതാ ഇറങ്ങി തല. ഇവന്മാർ നിങ്ങൾക്ക് എന്താ ചൊറിയുന്നുണ്ടോ? ചില സാധ്യതയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്ബൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. നേരെ ഇനിയെങ്കിലും കടന്നുറങ്ങാൻ പറ്റുമോ നോക്കാം. ചേടാ, ഇവിടെ പിന്നെ വേറെ മോബ്സുള്ള കുറച്ച് ഫുഡ് തിന്നിട്ട് വിശക്കുന്നു. രക്ത കൂട്ടിയിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങണം. വേണ്ട അയ്യോ, എപ്പോഴും ഉറങ്ങാൻ പറ്റുന്നത്? ഇത്ര നേരം കളിക്കുന്നു. നമുക്ക് നേരെ ഇനി ചെന്നിട്ട് വീടിൻ്റെ ബാക്കി പണിയിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ വില്ലേജും കൂടിയും പോയതുകൊണ്ട് നമുക്കൊരു കൂട്ട് ഇല്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു എന്തോ സാധനം കയ്യിൽ, സോമ്പിൻ്റെ കയ്യിൽ എന്തോ സാധനം. സോമ്പിൻ്റെ കയ്യിൽ എന്തൊരു സാധനം ഉണ്ട് കേട്ടോ. അത് മറ്റേ റയ്യർ സാധനം. കൊന്നു ഇല്ല, അത് മറ്റേ റയ്യർ സാധനം. പട്ടിക്ക് ആർമർ കൊടുക്കുന്ന ഇത് ഇവിടുന്ന എൻ്റെ മുന്നേതാ മറ്റേ റയ്യർ സാധനമല്ലേ ഇതൊക്കെ ഇന്നെ സോംബിക്ക് കിട്ടിയേ. സോംബി ഇവിടുന്നോ മോട്ടിച്ചോണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. ചെന്ന് നേരെ ഇനി ബാക്കി നിലയൊക്കെ ഒരുക്കാം. നമ്മൾ ഈ വീടുണ്ടാക്കിയതും അതൊന്നും എൻ്റെ ഫോണിൽ എന്തോ കാരണം കൊണ്ട് റെക്കോർഡായില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കട്ടെ. എന്തോ കാരണം കൊണ്ട് എൻ്റെ ഫോണിൽ റെക്കോർഡായില്ല. അത് ഫോണിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ അയ്യോ, ഷവലല്ല, വുഡ് എടുത്ത് നമുക്ക് നേരെ പ്ലാങ്ക്സ് ആക്കിയിട്ട് നേരെ അടിയിൽ വെക്കാം, നിലം വെക്കാം. അടുത്ത വല്ല ലാവയുണ്ടെങ്കിൽ തീർന്നു കേട്ടോ. നമ്മളെ വീട് കുത്തിയിരുന്ന് കത്തും. ഹലോ, ശരി, ഫുള്ള് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡെക്കറേഷനൊക്കെ നമ്മൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ. നാളത്തെ വീഡിയോയിൽ നമുക്ക് നേരെ ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. വീടിൻ്റെ ഉള്ളിലെയും പുറത്തെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ നിർത്തിയത്. പക്ഷേ അത് എൻ്റെ ഫോണിൽ റെക്കോർഡ് ആയില്ല. നമുക്ക് നേരെ ചെന്നിട്ട് നമുക്ക് ഈ പട്ടീൻ്റെ ആർമർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് ഇതുപോലത്തെ എത്ര എണ്ണം വേണോ? കുറേ എണ്ണം വേണമല്ലോ. അതെങ്ങനെ കിട്ടുമോ? ചേട്ടാ, അതെങ്ങനെ കിട്ടുമോ? അത് മറ്റേ ജീവനെ കൊന്നാലാണോ കിട്ടുന്ന സാധനം? ഈ കൊല്ലണമെന്നുണ്ട്.
കൊല്ലണ്ടാവുന്നുണ്ട്, പക്ഷെ എന്നാലും കൊല്ലണം. ആ ജീവൻ എന്ത് ചെയ്യാൻ? അറ്റാ അതിനെ കാണുന്നില്ലല്ലോ. അതാ കണ്ടു. എനിക്ക് കൊല്ലണമെന്നുണ്ട്, പക്ഷെ നല്ലൊരു സങ്കടമുണ്ട്. സോറി ബ്രോ, നിന്നെ കൊല്ലണ്ട് വന്നു. എടാ അതിനെ വെറുതെ വന്നടാ, ഒന്നും കിട്ടിയില്ല. ചമ്മി തിരിച്ചു വയ്ക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിക്കില്ല. ആയിരം നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാ. ചേടാ ഇതെങ്ങനെയാ? ഇതെങ്ങനെ കളണ്ടേ? ഇത് പോകുന്നില്ല പിന്നെ കളണ്ടേ? ഒന്ന് ഇപ്പം പോയി. നേരെ എന്തായാലും നമുക്ക് നേരെ ഒരു ഡോർ ഉണ്ടാകാം കേട്ടോ. എന്നിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് ചെസ്റ്റിൽ കുറേ സാധനങ്ങളൊക്കെ വെക്കണം. ജസ്റ്റ് ഭയങ്കര ഇച്ചിരി ലാഗുണ്ട് കേട്ടോ. നമ്മളെ ഫോണിൽ കളിക്കുന്നുണ്ട്, ലാഗുണ്ട്. നമ്മൾ ഫോണിൽ ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നേരെ ഇനി ചെന്നിട്ട് ഇവിടെ ചെസ്റ്റും ക്രാഫ്റ്റിൻ്റെ വിളിക്കൊന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് നമുക്ക് വീടിനകത്ത് കൊണ്ടുവെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി ഒന്ന് വെക്കണം കേട്ടോ. എന്തായാലും പിന്നെ ആദ്യമായിട്ട് ഞാൻ പിന്നെയും പറയണം, ലൈക്ക് ഷെയർ സബ്ബൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്യുക കേട്ടോ, മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എത്തിയത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചുകൂടി മരം വെട്ടാം കേട്ടോ. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം, മരം നമ്മളെ കയ്യിലില്ല. കുറച്ചും കൂടി പോയി മരം ഉണ്ടാക്കാം, അല്ല മരം വെട്ടാം, സോറി. ഇത്രയും മരം മതി. നേരെ കയറിച്ച് നമുക്കൊരു 2 ചെസ്റ്റ് ഉണ്ടാക്കാം. 2 എണ്ണം ഉണ്ടാക്കിയാലേ വലിയത് കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. 2 എണ്ണം ഉണ്ടാക്കാം. നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാം. എന്തായാലും നമ്മൾ വീഡിയോ നമുക്കിനി ആവശ്യമുള്ള സാധനമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കാം കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. ഇതൊന്നും ആവശ്യമില്ല. ബ്രെഡ് വീഴുന്നുണ്ട്, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. കുറേ ആക്സും കൂടി വേണം കേട്ടോ. ഈ ആക്സ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പം പൊട്ടും, തൊട്ടാൽ പൊട്ടും ആക്സ്, അതുപോലെ ഇരിക്കുന്നു. എന്നാലും നേരെ നമുക്ക് ഒരാക്സും കൂടി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആ റൂമിൻ്റെ ബോർഡറിൽ ചെന്ന് നോക്കണം കേട്ടോ. റൂമിൻ്റെ ബോർഡറിൽ ചെന്ന് നോക്കണം. പിന്നെ റൂമിൻ്റെ ബോർഡറിൽ ചെന്ന് നമ്മൾ ഈ വീടിൻ്റെ ഈ സൈഡിലിരിക്കുന്ന മണ്ണൊക്കെ നമുക്കൊന്ന് വെട്ടി കളയണം കേട്ടോ. ആ റൂമിൻ്റെ ബോർഡറിൽ പോയിട്ട് നമുക്ക് ഒരു സാധനം എടുത്തുകൊണ്ട് വരാം. നമുക്ക് പിന്നെ വീടിന് കുറേ ഡെക്കറേഷൻ പറയാൻ കിട്ടത്തില്ല. മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം. മോഡിഫിക്കേഷൻ ചെയ്തെന്ന വണ്ടി കുഴപ്പമില്ല, എന്തായാലും ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് പോയിട്ട് നേരെ ആ റൂമിൻ്റെ ബോർഡറിൽ വരെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇതെടുക്കണം. മറ്റേ ചുമന്ന സാധനമില്ലേ, സ്റ്റോൺ പോലത്തെ ചുമന്ന സ്റ്റോണ്, അതെടുക്കണം. പോയിട്ട് കുറച്ച് നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാം. ഓടിക്കോ, വേഞ്ചില്ലേ. വീടിപ്പം തന്നെ ചെറുതായിട്ട് ലെങ്ത്തായി തുടങ്ങി, അതുകൊണ്ട് നമുക്ക് കുറച്ച് നിർത്തണം കേട്ടോ. ചെസ്റ്റിൽ എന്തെങ്കിലും നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് എടുത്തേക്കാം. നമുക്ക് റയർ സാധനമൊക്കെ അതിൻ്റെ അകത്തേക്ക് വെക്കാം. ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് വീടിന് ഡെക്കറേഷനായിട്ട് നാളത്തെ നമ്മൾ വീട് ഡെക്കറേഷൻ ചെയ്യാനായിരിക്കും നമ്മൾ മാക്സിമം നോക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഇത്ര എടുക്കുന്നത്, നാളെ വേണമെങ്കിൽ ബാക്കി വന്ന് നമുക്ക് എടുക്കാമല്ലോ. ചാടി ഓടിപ്പോയിക്കോ,
നമുക്കിങ്ങനെ വീടിൻ്റെ സൈഡിലിരിക്കുന്ന മണ്ണൊക്കെ ഒന്ന് വെട്ടിക്കൊള്ളണം. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വീടിൻ്റെ ഡോറും അതൊന്നും കാണില്ല. പിന്നെ കുറേ ലൈറ്റൊക്കെ പിടിപ്പിക്കണം. നമ്മൾ പിന്നെ ഒരു സവാനയുണ്ട്, നമ്മൾ വലിയ നമുക്ക് തൂക്കിയിടുന്ന ലൈറ്റ് എനിക്കൊന്ന് വേണമായിരുന്നു. അത് പിന്നെ ഉണ്ടാക്കാം, അയം പോലും ഇല്ല. നമ്മൾ കേവിലേക്ക് നമ്മൾ നാളെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും മര്യാദയ്ക്ക് റെക്കോർഡും ആയില്ല, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. രാത്രിയായോ? രാത്രിയൊന്നും ആയിട്ടില്ല. എനിക്ക് പോയിട്ടൊരു ബെഡ് എടുത്തുകൊണ്ട് വരാം. ബെഡുണ്ടോ? യെസ്, ബെഡുണ്ട്. ബെഡ് എടുക്കാം. തിരിച്ച് എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമുക്കൊരു റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ നേരെ ബെഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് മറ്റേ റയർ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒക്കെ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് റയർ സാധനങ്ങൾ വെക്കാം. ഇത് റയർ, പിന്നെന്താ റയർ, വേറെ ഒന്നും റയറില്ലേ? അതും ഇതൊക്കെ റയറാട്ടോ. ഇതൊക്കെ ഭയങ്കര റയർ സാധനങ്ങളായിരിക്കും. ചെന്നിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് റയർ സാധനം കിട്ടില്ല. ഗെയിം തുടങ്ങിയപ്പം റയർ സാധനങ്ങൾ കിട്ടിയില്ല. അതോ അത് നമുക്ക് എടുക്കാം. പിന്നെ ഇവിടുത്തെ സൈഡിൽ കുറച്ച് മണ്ണും വെട്ടി കളഞ്ഞിട്ട് അത് പോയി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫുള്ള് വട്ടട്ടെ. ഇതൊരു പശുമ്പ. ഹായ് പശുമ്പ, മാറുക പശുമ്പ. പശുമ്പ നമ്മളെ നോക്കി നിൽക്കുക. പശുമ്പ എന്തൊരു സുഖം, പുല്ലും നിന്ന് അതിലേ നടന്നൊക്കെ നടന്നാൽ മതി. സോംബീസും കടിക്കൂല. പശുമ്പയ്ക്കൊക്കെ എന്തൊരു ഭാഗ്യല്ലേ. ആ പശുമ്പേന് കുറച്ച് ദിവസത്തേക്ക് ജീവനോടെ ഉണ്ടാവുള്ളൂ. എൻ്റെ വയറിലിരിക്കണം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഇതിൽ നമുക്ക് പിന്നെ പശുമ്പനൊന്നും വേണ്ട, ഞാൻ വെറുതെ പേടിപ്പിച്ച. നമ്മളെ ഇഷ്ടം പോലെ വീട്ടുണ്ട്. ജീവിതകാലത്തിലേക്കുള്ള വീട്ട് ഫുള്ളുണ്ട്. നമുക്കിനി ചെന്ന് മറ്റേ ഫസ്റ്റ് കിട്ടിയില്ലായിരുന്നോ, വേൾഡ് തുടങ്ങിയപ്പോൾ കിട്ടിയില്ലായിരുന്നോ കുറച്ച് റയർ സാധനങ്ങൾ, അത് കൊടുത്തുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഈ വീട്ടിൽ വെച്ചാൽ പിന്നെ വില്ലേജറിനൊന്നും കാണുന്നില്ല കേട്ടോ. എനിക്ക് എന്താ അറിയണം, വില്ലേജർ കൊന്നാണോ അല്ലെങ്കിൽ എന്ത് കൊന്നാണോ എന്ന് അറിഞ്ഞൂടാ. അതിൽ നമുക്ക് നേരെ ചെന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവെക്കാം ഈ സാധനങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോവാണ് കേട്ടോ. ഇവിടെയല്ല മറ്റേ റയർ സാധനം. പിന്നെ വീട്ടിൽ നമുക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ. റയർ സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ റയറാട്ടോ. എന്നെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര റയറാണ്. പിന്നെ നമുക്ക് അകത്ത് വട്ടമില്ല കേട്ടോ. രാത്രിയായി സോംബീസൊക്കെ ഇതിൻ്റെ അകത്ത് സ്പോണാവും. രാത്രിയായി തുടങ്ങി. ലൈറ്റില്ലേ? കോളുണ്ടോ? ഇല്ല, കോളില്ല. നമുക്ക് വില്ലേജസ് ആരുമില്ലല്ലോ. നമുക്ക് എവിടെ നിന്നെങ്കിലും പോയി എടുത്തോണ്ട് അമ്പ് കയ്യിലിരുന്നോട്ടെ. ആരെങ്കിലും നമുക്ക് തല്ല ആണോ? കുഴപ്പമില്ല. നേരെ പോയിട്ട് ഇതെടുത്തോണ്ട് ലൈറ്റ്. ഇവിടെ കിണറിൻ്റെ അടുത്ത് കുറച്ച് ലൈറ്റ് ഉണ്ട്, നമുക്ക് അത് എടുക്കാം. കിണറിന് തന്നെ ലൈറ്റ്, കിണറിനകത്ത് എറിയുന്നു വീഴും. എന്നൊക്കെ ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ചെല്ലാം. ഒരു ദിവസം മറ്റേ സാധനം വേഗം കയറി പോകാം കേട്ടോ. ഒന്നിവിടെ പിന്നെ പുറത്ത് 2 എണ്ണം, ഒന്നവിടെയും ഒന്നിവിടെ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായാലും ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യുക. എന്തായാലും നമ്മൾ നാളത്തെ കേവിൽ ഇറങ്ങാൻ പോകുന്നു. എന്തായാലും ബൈ.